Thank you, ladies and gentlemen. Now we are moving on to the plenary session 5 and the first plenary session of the second day of our district conference. A session that promises to blend music, stories, and inspiration. This session is chaired by DRFC PDG Rotarian Dr. Thomas Vavanikunil. I request the session chair to take over the proceedings. We are delighted to have with us Dr. Sajid Evurat, who will take us through a unique and engaging journey. Plenary session 5, topic is Stories Behind the Songs. The session is chaired by District Rotary Foundation Chair and past District Governor Dr. Thomas Vavanikunil. The session chair is requested to be on the dais and take over the proceedings. Dr. Thomas Vavanikunil, session chair, topic Stories Behind the Stories. The session chair is requested to open the proceedings with his opening remarks. Dr. Thomas Vavanikunil, session chair. Topic, Stories Behind the Songs. Beloved District Governor Dr. Tina Antony, RIPR, PDG Rotarian Srinivasan, Chairman of this wonderful seminar, conference, Chagara, Rotarian Sebastian Peril, PDG E.K. Luke, distinguished Rotarians, my dear fellow Rotarians, Rotarians and Nets. ഇന്നലെ രാത്രിയിലത്തെ DJ കഴിഞ്ഞ് എല്ലാവരും അല്പം ക്ഷീണത്തിലായിരിക്കും അല്ലേ? DJ പാർട്ടി എല്ലാവരും എൻജോയ് ചെയ്തോ? വളരെ നല്ല ഒരു ഈവനിങ് എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാം ആയിരുന്നു ഇന്നലെ. കൺഗ്രാറ്റുലേഷൻസ് DG ഫോർ ദാറ്റ്. നമുക്കറിയാം നമ്മുടെ ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ ടീന ആൻ്റണി, ഓപ്പോൾ ഓഫ് അവർ ഡിസ്ട്രിക്ട്, 9 മാസത്തെ തൻ്റെ കഠിനാധ്വാനം കൊണ്ട് ഒട്ടേറെ സർവീസ് പ്രോജക്റ്റുകൾ നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ നടപ്പാക്കുകയുണ്ടായി. അതുപോലെ തന്നെ അതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ചത് മറ്റാരുമല്ല, നമ്മുടെ റൊട്ടേറിയൻസാണ്. ഓരോ റൊട്ടേറിയൻസിലും നല്ല ഒരു കയ്യടി നമുക്ക് കൊടുക്കാം. കാരണം അവരുടെ എല്ലാം കഠിനാധ്വാനം കൊണ്ടാണ് നമുക്ക് ഒട്ടേറെ സർവീസ് പ്രോജക്റ്റുകൾ ചെയ്യാൻ സാധിച്ചത്. ഏതാണ്ട് 6ഓളം ഗ്ലോബൽ ഗ്രാൻറ്റുകൾ നമുക്ക്, ഞാൻ ഓരോന്നിലേക്കും പോകുന്നില്ല, ഈ വർഷം തന്നെ നമുക്ക് അപ്രൂവ് ചെയ്ത് കിട്ടി. അതൊക്കെ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇന്നത്തെ എൻ്റെ ഈ സെഷൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് സ്റ്റോറി ബിഹൈൻഡ് ദ സോങ്സ്, പാട്ടിൻ്റെ പിന്നിലെ കഥകൾ അല്ലെങ്കിൽ പാട്ടിൻ്റെ പിന്നാമ്പുറം കഥകൾ. ഇന്നലെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, നമ്മുടെ ഡിസ്ട്രിക്ട് ഗവർണർ ഒരു തീം സോങ് ഇവിടെ പ്രസൻറ്റ് ചെയ്യുകയുണ്ടായി. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെയ്ത സർവീസ് പ്രോജക്റ്റുകളുടെ നമ്മൾ ചെയ്ത സർവീസ് പ്രോജക്റ്റുകൾ എല്ലാം പറഞ്ഞുകൊണ്ടുള്ള ഒരു പാട്ടായിരുന്നു ഇന്നലെ ഇവിടെ പ്രസൻറ്റ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ അതൊരു സ്റ്റോറിയാണ്. അത് പാട്ടായിട്ട് ഇന്നലെ ഇവിടെ പ്രസൻറ്റ് ചെയ്യുകയുണ്ടായി. ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പീക്കർ ആലപ്പുഴക്കാർക്ക് സുപരിചിതനായിരിക്കും. ആലപ്പുഴക്കാർക്ക് തന്നെയല്ല, കേരളത്തിലെ ഏവർക്കും അറിയപ്പെടുന്ന, കേരളത്തിലെങ്ങും അറിയപ്പെടുന്ന ഒരു സാഹിത്യകാരൻ, SD കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സജിത് കുമാറാണ്.
ഡോക്ടർ സജിത് കുമാറിനെ ഞാൻ ആദ്യമായിട്ടാണ് പേഴ്സണലായിട്ട് കണ്ടെങ്കിൽ ഒത്തിരി കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം തന്നെ നമ്മുടെ പ്രിയങ്കരനായ പത്മരാജൻ്റെ ഗ്രാമം തന്നെയാണ്. മുതുകുളം എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്നാണ് നമ്മുടെ ഇന്നത്തെ സ്പീക്കർ ജനിച്ചിരിക്കുന്നത്. കൂടുതലായിട്ട് അദ്ദേഹത്തെ ഡീറ്റെയിൽഡായിട്ട് നമ്മുടെ തന്നെ റൊട്ടേറിയൻ ഡോക്ടർ വേണുഗോപാൽ, ചേർത്തനാൽ ടൗണിൽ നിന്നുള്ള വേണുഗോപാൽ ഇൻട്രഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. അദ്ദേഹം പത്മരാജൻ്റെ കൃതികളെപ്പറ്റി പഠനം നടത്തിയാണ് അദ്ദേഹം ഡോക്ടറേറ്റ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ പാട്ടുകളെപ്പറ്റിയും അദ്ദേഹം സ്വന്തമായിട്ടും ബുക്കുകളും പുസ്തകങ്ങളും കവിതകളും ഒക്കെ രചിച്ചിട്ടുണ്ട്. നമുക്കറിയാം, പഴയ പാട്ടുകളാണ് നമ്മൾ ഇന്നും ആസ്വദിക്കുന്നത്. ഇന്നലെ DJ-ക്കൊക്കെ പാടിയ പാട്ടുകൾ നിങ്ങൾ കേട്ടു, അപ്പോൾ തന്നെ മറന്നു. പക്ഷെ പഴയ പാട്ടുകൾ നമുക്കറിയാം. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവച്ചു, മനസ്സു പങ്കുവച്ചു. 1972 വയലാർ രചിച്ച പാട്ടാണ്. ആം ഐ റൈറ്റ്? അപ്പം ഇതുപോലെ നമുക്ക് ഒട്ടേറെ അർത്ഥവത്തായ പാട്ടുകളുണ്ട്. അതേപ്പറ്റിയെല്ലാം കൂടുതലായിട്ട് നമ്മുടെ സജിത് സാർ നമുക്ക് അത് നമ്മളെ ഇൻസ്പയർ ചെയ്ത് മോട്ടിവേറ്റ് ചെയ്യുന്നതായിരിക്കും. അദ്ദേഹത്തെ ഫോർമലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ റൊട്ടേറിയൻ ഡോക്ടർ വേണുഗോപാലിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. വേണുഗോപാൽ എത്തിയോ? വേണുഗോപാൽ ഓൺ ദ വേ ആണ്, ഇപ്പോൾ തന്നെ എത്തുന്നതായിരിക്കും. നമുക്ക് ഈ ഡോക്ടർ സജിത് കുമാറിന് ഇതിനു മുമ്പ് പല വേദികളിലും അദ്ദേഹം പ്രസൻറ്റേഷൻസ് ചെയ്തിട്ടുണ്ട്. വയലാർ അനുസ്മരണം അതിനെപ്പറ്റി ഹൈദരാബാദിൽ കഴിഞ്ഞ ഓഗസ്റ്റ് മാസം 9-ാം തീയതി നടന്ന ഒരു ചടങ്ങിൽ അദ്ദേഹം ഗസ്റ്റ് ഓഫ് ഓണറായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലുടനീളം പല വേദികളിലും അദ്ദേഹത്തിൻ്റെ പ്രസൻറ്റേഷൻസ് നമുക്ക് നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ യൂട്യൂബിലും ചാനലുകളിലും മീഡിയയിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു മഹത് വ്യക്തിയാണ് നമ്മുടെ ഡോക്ടർ സജിത് കുമാർ. അദ്ദേഹത്തിൻ്റെ മീഡിയ ഡിസൈനിങ്, അതുപോലെ പോയട്രി, ഫിലിം ക്രിറ്റിസിസം, ഇങ്ങനെ ഒട്ടേറെ മേഖലകളിൽ അദ്ദേഹം തൻ്റെ വ്യക്തിത്വം പതിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനായി ഒരു പാട്ടുകാരൻ കൂടിയായ നമ്മുടെ റൊട്ടേറിയൻ ഡോക്ടർ വേണുവിനെ ക്ഷണിക്കുകയാണ്. ഏറ്റവും പ്രിയപ്പെട്ട ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ ഷീന, ഡോക്ടർ ഭവാനി കുന്നിൽ, മറ്റ് വിശിഷ്ട വ്യക്തികളെ നിങ്ങൾക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം നിറഞ്ഞ 1000 നമസ്കാരം. വെറും 1 മണിക്കൂർ കൊണ്ട് 25,000 വ്യൂവേഴ്സിന് കിട്ടാൻ സാധിക്കുന്ന, അതിന് കഴിവുള്ള, പ്രാപ്തിയുള്ള ഒരു വലിയ പ്രഭാഷകനെ 5 മിനിറ്റ് കൊണ്ട് പരിചയപ്പെടുത്തുക എന്നുള്ളത് വലിയൊരു ജോലിയാണ്. എങ്കിലും നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് മറ്റാരും സഞ്ചരിച്ചിട്ടില്ലാത്ത വഴികളിലൂടെ, തീർത്തും വ്യത്യസ്തമായ വഴിയിലൂടെ സഞ്ചരിച്ച ഒരു ഏകാന്ത പഥികനെയാണ്. എന്താണ് ഏകാന്തമായ വഴി? നമ്മൾ പാട്ടുകൾ പലപ്പോഴും കേൾക്കാറുണ്ട്, ആസ്വദിക്കാറുണ്ട്. പക്ഷേ പാട്ടുകളുടെ ഉള്ളിലേക്ക്, അതിലെ എഴുത്തുകാരൻ്റെ, കവിയുടെ മാനസികാവസ്ഥയിലേക്ക്, ആ വാക്കുകളുടെ ഭംഗിയിലേക്ക്, അല്ലെങ്കിൽ അതിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ പലപ്പോഴും സഞ്ചരിക്കാറില്ല.
ഉദാഹരണം പറഞ്ഞാൽ വെൺചന്ദ്രലേഖയൊരു അപ്സരസ്ത്രീ, അത് നമ്മൾക്കറിയാം അതിൻ്റെ അർത്ഥം. വെൺചന്ദ്രലേഖ ഒരു അപ്സര സ്ത്രീയാണ്. വെൺചന്ദ്രലേഖയൊരു അപ്സര സ്ത്രീ. അടുത്ത വരിയാണ് നമ്മൾക്ക് പരിചയമില്ലാത്തത്. എന്താണത്? വിപ്രലംബ ശൃംഗാര നൃത്തമാടാൻ വരും അപ്സരശ്രീ. എന്താണ് വിപ്രലംബ ശൃംഗാരം? നമ്മൾ പലപ്പോഴും പല ശൃംഗാരങ്ങളും കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. പക്ഷേ വിപ്രലംബ ശൃംഗാരം എന്താണ്? അത് പറഞ്ഞു തരാൻ വേണ്ടി വന്ന ആളാണ് നമ്മുടെ ഇന്നത്തെ സ്പീക്കർ അല്ലെങ്കിൽ പ്രഭാഷകൻ. അതുപോലെ തന്നെ നമ്മൾ വളരെ ഇഷ്ടപ്പെട്ടൊരു ഗാനമാണ് സുന്ദരി നിൻ തുമ്പ് കെട്ടിയിട്ട് ചുരുൾമുടിയിൽ. അതിലൊരു വരിയുണ്ട്, ഒരു വരി അനുപല്ലവിയുടെ തുടക്കത്തിൽ, മൃണാംഗ കരളിത മൃണ്മയ കിരണം മഴയായി തഴുകുമ്പോൾ. അതിൽ ആദ്യത്തെ വാക്ക് നമ്മൾക്ക് എന്താണെന്ന് പലർക്കും മനസ്സിലായിട്ടില്ല. അതെന്താണ് എന്ന് പറഞ്ഞു തരാൻ വേണ്ടി വന്ന നമ്മുടെ സ്പീക്കർ. അദ്ദേഹത്തിന് 3 കഴിവുകൾ, വ്യത്യസ്തമായ കഴിവുകൾ ഒന്നിച്ചൊരാളാണ്. ഒന്ന്, അദ്ദേഹത്തിന് അറിവുണ്ട്. 2, പ്രഭാഷണത്തിലുള്ള പറയാനുള്ള കഴിവുണ്ട്. മറ്റൊന്ന്, നന്നായി പാടാനുള്ള കഴിവുണ്ട്. അപൂർവമായൊരു സംഗമമാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ ജീവിതത്തിൽ ഏറ്റവും മറക്കാനാവാത്ത നിമിഷം എന്തെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, രാമായണം 21 സിനിമാ ഗാനങ്ങളിലൂടെ 3 മണിക്കൂർ അവതരിപ്പിക്കാൻ സാധിച്ചത് തനിക്ക് മറക്കാനാവില്ലെന്ന് പറയുന്നു. അതുപോലെ തന്നെ കാക്കിക്കുള്ളിലെ കലാകാരന്മാരെ തിരിച്ചറിഞ്ഞ നിമിഷം തിരുവനന്തപുരത്ത് പോലീസ് അസോസിയേഷൻ്റെ പരിപാടിയിൽ സംസാരിക്കുമ്പോൾ അവരതിലേക്ക് സജീവമായി പങ്കെടുത്ത, അല്ലെങ്കിൽ അവർ കൊടുത്ത ആ പങ്കാളിത്തം. അതുപോലെ സാക്ഷാൽ ഗുരു പവനേശ്വരൻ്റെ മുമ്പിൽ, ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ കൃഷ്ണസ്തുതികളുമായി അദ്ദേഹം നടത്തിയ 2 മണിക്കൂർ പ്രഭാഷണം. ഇങ്ങനെ ഇന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന, വെറും 2 വർഷം കൊണ്ട് 2024 ശേഷം മാത്രം തുടങ്ങി ഇന്ന് 2 വർഷത്തിനകം ഇത്രയേറെ ആരാധകരുള്ള, ആസ്വാദകരുള്ള ഒരാൾ നമ്മളെ ഒരുപാട് ഗൗരവമുള്ള ജീവിതത്തിൽ നിന്ന് മാറ്റാൻ, നമ്മളെ വീണ്ടും ചിന്തിപ്പിക്കാനും, ലാളിത്യമാർന്ന സംഗീതത്തിൻ്റെ അതിൻ്റെ ഉള്ളറകളിലേക്ക് നമ്മളെ കൈപിടിച്ച് നടത്താനും വേണ്ടി എത്തിയ ഒരാൾ. അദ്ദേഹം നമ്മളുടെ ആലപ്പുഴ ST കോളേജിലെ മലയാളം പ്രൊഫസറാണ്. സ്വന്തം നാട്ടുകാരനായിരുന്ന മലയാളത്തിൻ്റെ ഗന്ധർവൻ സാക്ഷാൽ പത്മരാജൻ സാറിനെ പറ്റി തീസിസ് എഴുതി ഡോക്ടറേറ്റ് നേടി മലയാളം അധ്യാപകനായി ജോലി നോക്കുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരുപാട് ആവശ്യക്കാരുള്ള, നേരത്തെ പറഞ്ഞ പോലെ ആരാധകരുള്ള ഒരു പ്രഭാഷകനാണ്. നമ്മൾക്ക് റോട്ടറിക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മളെന്നും ഇതുപോലത്തെ ആളുകളെ എപ്പോഴും ആദരിക്കും, സ്നേഹിക്കും. അവർ പറയുന്നത് കേൾക്കും, ആസ്വദിക്കും. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്നത് വെറുതെയാണ്. റോട്ടറിയിൽ മുറ്റത്തെ മുല്ലയ്ക്ക് 1000 സൗരഭമാണ്. അതുകൊണ്ടാണ് നമ്മൾ ആലപ്പുഴക്കാരനെ തന്നെ നമ്മൾ ഇതിനു വേണ്ടി വിളിച്ചിരിക്കുന്നത്. റോട്ടറിയുടെ മര്യാദകളെല്ലാം പാലിച്ച് റോട്ടറിയുടെ നമ്മളുടെ ആദരവുകളും സ്നേഹങ്ങളും ഏറ്റുവാങ്ങാൻ ഇവിടെ എത്തിയ ഈ അതിഥിയെ നമ്മളുടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ, ഹൃദയത്തിൻ്റെ സ്നേഹം നമ്മുടെ കൈകളിലേക്ക് ആവാഹിച്ചുകൊണ്ട് നല്ല കൈയോടുകൂടി പരിചയപ്പെടുത്താം. ഇത് ഡോക്ടർ സജിത് ഏവൂർ. താങ്ക് യു. Ladies and gentlemen, the incoming session is going to unravel, open before us, the unknown, unheard and hidden stories behind a few of the popular songs. May I invite Dr. Sajid Evurat to present the topic, Stories Behind the Songs. Stories Behind the Songs by Dr. Sajid Evurat. എല്ലാവർക്കും നമസ്കാരം. ക്ലിയറായി ബാക്ക് വരെ കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വെള്ളം കുടിക്കുക. ഏതായാലും 45 മിനിറ്റ് കൊണ്ട് നമുക്ക് മലയാള ചലച്ചിത്ര ഗാനങ്ങളുടെ ഒരു വലിയ കടൽ പോലെയുള്ള മലയാള ചലച്ചിത്ര ഗാനത്തെക്കുറിച്ച് 45 മിനിറ്റ് കൊണ്ട് ഒരു ചെറിയ ചിമിഴിലടച്ച് തരിക എന്ന് പറയുന്നത് ഒരു വലിയ സാഹസമാണെങ്കിലും ഞാനതിന് ശ്രമിക്കാം. കാരണം നമ്മളുടെ മലയാള ചലച്ചിത്ര ഗാനങ്ങളുടെ ചരിത്രത്തിൽ ചില വർഷങ്ങളിൽ അല്ലെങ്കിൽ ചില സമയത്ത് വന്ന ചെറിയ മാറ്റങ്ങളുണ്ട്. ആ മാറ്റങ്ങളൊന്ന് സൂചിപ്പിച്ചുകൊണ്ട് എങ്ങനെയാണ് പാട്ട് ഇന്ന് കാണുന്ന തരത്തിലേക്ക് മാറിയത് എന്ന് ഒന്ന് പറയാൻ ശ്രമിക്കുകയാണ്.
ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, നിങ്ങൾ കൂടി ഇതിൻ്റെ ഭാഗമായാൽ വളരെ ഭംഗിയാവും. അതായത് ഇവിടെ സാറ് പറഞ്ഞു, എല്ലാവർക്കും പഴയ പാട്ടുകൾ അല്ലെങ്കിൽ അവരുടെ ഹൃദയങ്ങളിൽ നിൽക്കുന്ന പാട്ടുകൾ അതേക്കുറിച്ചായിരിക്കും പറയുക. അപ്പോൾ ആ പാട്ട് എന്നോടൊപ്പം നിങ്ങൾ കൂടി പാടിയാൽ സന്തോഷമായി. അങ്ങനെ പാടിയും പറഞ്ഞും നമുക്കൊരു 45 മിനിറ്റ് മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി വളരെ മലയാള ചലച്ചിത്ര ഗാനങ്ങളുടെ ചരിത്രത്തിൻ്റെ ഭാഗമായ 2 പ്രധാനപ്പെട്ട പാട്ടുകൾ അത് മുഴുവനായി പാടിത്തരാൻ എൻ്റെ കൂടെ ആലപ്പുഴ ജില്ലാ മുൻ എംപ്ലോയ്മെൻ്റ് ഓഫീസറും സോഷ്യൽ മീഡിയയിലെ പ്രശസ്ത ഗായകനുമായ ശ്രീ സജീവ് മേനോൻ അദ്ദേഹവും വന്നിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിനാണ് പ്രത്യേകം നിങ്ങൾ കയ്യടി കൊടുക്കേണ്ടത്. കാരണം അദ്ദേഹം നമുക്ക് വേണ്ടി 2 പാട്ട് പാടാം എന്ന് സമ്മതിച്ച് നമ്മളോടൊപ്പം വന്നു എന്നുള്ളതൊരു വലിയ സന്തോഷം നിങ്ങൾക്ക് വേണ്ടി. അപ്പോൾ ഞാൻ റോട്ടറിയുടെ വിവിധ പരിപാടികളിൽ അല്ലെങ്കിൽ വിവിധ റോട്ടറി ക്ലബ്ബുകളുടെ പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. എന്നെ അറിയാവുന്നവർ ചിലപ്പോൾ ഇതിനുള്ളിലുണ്ടാകും. എന്നെ ഇവിടെ സ്വീകരിച്ച് കൊണ്ടുവന്ന ജുബിൻ ഷാ, അദ്ദേഹത്തിൻ്റെ നാട്ടിലെ റോട്ടറി ക്ലബിൻ്റെ പരിപാടിയിലും ഞാൻ പങ്കെടുത്തിരുന്നു. ഹരിപ്പാടുള്ള ഏതാണ്ട് എല്ലാ റോട്ടറി ക്ലബിൻ്റെ പ്രോഗ്രാമുകളിലും പങ്കെടുത്തിട്ടുണ്ട്. വിവിധ റോട്ടറി ക്ലബിൻ്റെ പ്രോഗ്രാമുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ചിലർക്കെങ്കിലും എന്നെ അല്ലെങ്കിൽ ഈ പ്രോഗ്രാം ചെറിയ രീതിയിൽ മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ അവതരിപ്പിച്ച ഡോക്ടർ വേണുഗോപാൽ, അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി പറയുന്നു. പാട്ടുകൾ, മലയാളത്തിൽ പാട്ടുകൾ ഉണ്ടായത് സിനിമാ പാട്ടുകൾ ഉണ്ടായത് ഏത് വർഷമാണെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നിങ്ങൾ അവിടെ ഇരുന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ എനിക്കിവിടെ കേൾക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഞാൻ തന്നെ പറയാം. 1938 മലയാളത്തിൽ ചലച്ചിത്ര ഗാനങ്ങൾ ഉണ്ടാകുന്നത്. 1938 മലയാളം സംസാരിക്കുന്ന ഒരു സിനിമ നമ്മുടെ നാട്ടിൽ പ്രദർശനത്തിന് വരുന്നത്. അതിൻ്റെ പേര് ബാലൻ എന്നായിരുന്നു. ആ സിനിമയിൽ 23 പാട്ടുണ്ടായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ 23 പാട്ടുള്ള ഒരു സിനിമ. ഇപ്പോൾ പ്രിയദർശൻ്റെ ഏറ്റവും പുതിയ സിനിമ 100ാമത്തെ സിനിമയിൽ 12 പാട്ടുണ്ട് എന്ന് അദ്ദേഹം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ 23 പാട്ടുണ്ടായിരുന്ന ഒരു സിനിമ, അതാണ് മലയാളത്തിലെ ആദ്യത്തെ സിനിമ. ആ സിനിമയിലെ ആ പാട്ടുകളെല്ലാം എഴുതിയ ഗാനരചയിതാവ് ആലപ്പുഴ ജില്ലക്കാരനായ എൻ്റെ നാട്ടുകാരനായ ശ്രീ മുതുകുളം രാഘവൻ പിള്ള അദ്ദേഹമാണ്. അപ്പോൾ അന്ന് അവിടെ നിന്ന് തുടങ്ങിയ പാട്ടിൻ്റെ ഒരു യാത്രയാണ്. ആ യാത്ര ഇങ്ങനെ പല സിനിമകളിലൂടെ കടന്നു. ആദ്യകാലത്ത് ഹിന്ദിയുടെയും തമിഴിൻ്റെയും തെലുങ്കിൻ്റെയും ഒക്കെ പാട്ടുകളുടെ ഈണത്തിലുള്ള പാട്ടുകളാണ് മലയാളത്തിലുണ്ടായത്. എന്നാൽ അങ്ങനെ 462 പാട്ട് മലയാളത്തിലുണ്ടായി. 463ാമത്തെ പാട്ട് മുതലാണ് നമ്മൾ ഓർത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പാട്ട് തുടങ്ങിയ വർഷം 1938. അതിനുശേഷം കൃത്യം 10 വർഷം കഴിഞ്ഞാണ് മലയാളത്തിൽ പിന്നണി ഗാനങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അതിന് മുമ്പുണ്ടായിരുന്നതെല്ലാം പിന്നണി ഗാനങ്ങളായിരുന്നില്ലേ? പിന്നണി ഗാനങ്ങളായിരുന്നു, പക്ഷേ പിന്നണിയിൽ പാടിയിരുന്നത് അല്ലെങ്കിൽ പിന്നണി ഗാനങ്ങളെന്ന തരത്തിലല്ല അവ അവതരിപ്പിച്ചിരുന്നത്. അഭിനയിക്കുന്നവർ തന്നെ പാടുകയായിരുന്നു. പിന്നണി ഗാനങ്ങൾ വന്നത് 1948 നിർമ്മല എന്ന സിനിമയിൽ. 1954 ഇന്ന് നമ്മൾ കേൾക്കുന്ന പാട്ടിൻ്റെ ചരിത്രം അതൊരു യാത്ര പോലെ ആരംഭിക്കുന്നത്. അപ്പോൾ 1954 പുറത്തു വന്ന, ഞാൻ നേരത്തെ പറഞ്ഞ 462 പാട്ടിന് ശേഷം വന്ന 463ാമത്തെ പാട്ട്, ആ പാട്ടാണ് ഇന്നും സൂപ്പർ ഹിറ്റ് പാട്ടായി നമുക്കിടയിൽ നിലനിൽക്കുന്നത്. ആ പാട്ട് ഏതാണെന്ന് പറയാമോ നിങ്ങളുടെ മനസ്സിലുള്ളത്? 463ാമത്തെ പാട്ട് ാമത്തെ പാട്ട് ഏതാണെന്ന് പറയാമോ?
കേൾക്കുന്നില്ല? ആ അതെ 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 അതെ. ആ പാട്ട് നീലക്കുയിൽ എന്ന സിനിമയിലെ പാട്ടാണ്. നീലക്കുയിൽ എന്ന് പറയുന്ന സിനിമ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. പലരും കണ്ടിട്ടുണ്ടാകും. 1954 വന്ന സിനിമയാണ്. അതിൽ 9 പാട്ടുണ്ടായിരുന്നു. അതിൽ ഒരു പാട്ട് കീർത്തനമായിരുന്നു, നമുക്ക് മാറ്റി നിർത്താം. ബാക്കി 8 പാട്ടും അതിപ്രശസ്തങ്ങളായി മാറി. അദ്ദേഹം പറഞ്ഞതുപോലെ എല്ലാവരും ചൊല്ലണ് എന്ന് പറയുന്ന പാട്ടാണ്. ആ പാട്ട് മുതലാണ് നമ്മളുടെ പാട്ടിൻ്റെ യാത്ര തുടങ്ങുന്നത്. 463 പാട്ട്. എങ്ങനെയായിരുന്നു ആ പാട്ട്? എല്ലാവരും ചൊല്ലണ്, എല്ലാരും ചൊല്ലണ് കല്ലാണ് നെഞ്ചിലെന്ന്, കരിങ്കല്ലാണ് കരിങ്കല്ലാണ് നെഞ്ചിലെന്ന്. നമുക്ക് കുറച്ചുകൂടെ സ്പീഡിൽ പാടാം. അത് സിനിമയിൽ കുറച്ചുകൂടെ സ്പീഡിലാണ്. എല്ലാവരും ചൊല്ലണ്, എല്ലാവരും ചൊല്ലണ് കല്ലാണ് നെഞ്ചിലെന്ന്, കരിങ്കല്ലാണ് കരിങ്കല്ലാണ് നെഞ്ചിലെന്ന്. ആ ബാക്കി ഞാനൊന്നു തൊട്ടപ്പോൾ നീലക്കരിമ്പിൻ്റെ തുണ്ടാണ് കണ്ടതയ്യ, വരട്ടെ ചക്കര തുണ്ടാണ് കണ്ടതയ്യ. ആ പാട്ട് നിങ്ങൾക്കറിയാം. അതിൽ വേറെയും ഉണ്ട് മനോഹരമായ പാട്ടുകൾ. നിങ്ങൾ ഓർത്തിരിക്കുന്ന അതിമനോഹരങ്ങളായ പാട്ടുകൾ ഇനിയുമുണ്ട്. ഏതെങ്കിലും ഒരെണ്ണം ഓർക്കുന്നുണ്ടോ? ആ കുയിലിനെ തേടി കുയിലിനെ തേടി കുതിച്ചു പായും മാര. ആ പട്ടുകുപ്പായക്കാര പട്ടുകുപ്പായക്കാര നിന്നോട് ഞാനൊന്നു മിണ്ടാതെ ചോദിക്കാം. പഴയ കാസറ്റായോണ്ടായി വലിയുന്ന പുത്തൻ കുയിലിനെ കുയിലിനെ തേടി കുതിച്ചു പായും മാര, പട്ടുകുപ്പായക്കാര നിന്നോട് ഞാനൊരു കിന്നാരം ചോദിക്കാം, ഞാനൊരു കിന്നാരം ചോദിക്കാം. ഇനിയുണ്ടല്ലോ അതിനകത്ത് മനോഹരമായ പാട്ട്. ഞാനൊരു ക്ലൂ തരാം. അങ്ങനെന്നും വിളിക്കത്തില്ല, ഇങ്ങനെന്നും വിളിക്കത്തില്ല. ആ ആ മാനെന്നും വിളിക്കില്ല, മയിലെന്നും വിളിക്കില്ല, മാടത്തിൻ മണി വിളക്കേ നിന്നെ ഞാൻ മാടത്തിൻ മണി വിളക്കേ. ഇനി അതിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു പാട്ടുണ്ട്. അത് കോളേജിൽ പോയിട്ടുള്ളവർക്കെല്ലാം അറിയാം, പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും അറിയാം. മരച്ചുവട്ടിലൂടെയൊക്കെ നടന്നു പോകുമ്പോൾ, പെൺകുട്ടികളും മരച്ചുവട്ടിലൂടെയൊക്കെ നടന്നു പോകുമ്പോൾ ഈ പാട്ട് കേട്ടിട്ടുണ്ടാവും. ഇത് പാടിയിട്ടുണ്ടാകും ആൺകുട്ടികൾ. ഏത് പാട്ടാണെന്നറിയാമോ? ഞങ്ങളുടെ ക്യാമ്പസിലൊക്കെ ഇപ്പോഴും പാടും. കായലരികത്ത് വലയെറിഞ്ഞപ്പോ വളകിലുക്കിയ സുന്ദരി, പെണ്ണു കെട്ടിനു കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിനു ചേർക്കണേ. ഇത് പാടിയിട്ടില്ലേ? ഉണ്ട്. പിന്നെ എത്രയോ പ്രാവശ്യം പാടിയിരിക്കുന്നു, എത്രയോ പ്രാവശ്യം. പെണ്ണ് കെട്ടിന് കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിന് ചേർക്കണേ. അപ്പോൾ ഈ പാട്ടുകളെല്ലാം തന്നെ, അതിൽ വേറെയും പാട്ടുണ്ട് മനോഹരമായ പാട്ടുകൾ. കോഴിക്കോട് അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന അതിപ്രശസ്തനായ പാട്ടുകാരനായി നമ്മൾ എന്നും മലയാളം ഓർക്കുന്ന പാട്ട്, അദ്ദേഹം പാടിയ പാട്ടുണ്ട്. എങ്ങനെ നീ മറക്കും കുയിലേ എന്നുള്ളത്. പഴയ പാട്ടിനെ സ്നേഹിക്കുന്നവർ ഒരു പക്ഷേ ആ പാട്ട് കേട്ടിട്ടുണ്ടാവും. എങ്ങനെ നീ മറക്കും കുയിലേ, എങ്ങനെ നീ മറക്കും. ഇങ്ങനെ വളരെ പ്രസിദ്ധങ്ങളായ മനോഹരമായ പാട്ടുകൾ 1954 വന്ന നീലക്കുയിൽ. അന്നു മുതലാണ് പാട്ടുകൾ, നമ്മൾ ഇന്ന് കാണുന്ന പാട്ടുകളുടെ ചരിത്രം ആ രീതിയിൽ നീങ്ങിത്തുടങ്ങുന്നത്. അപ്പോൾ നോക്കൂ, ആ പാട്ട് ഇന്ന് ജനിക്കുന്ന ഒരു ജെൻസിക്കോ ഒരു ആൽഫയ്ക്കോ പോലും പ്രിയപ്പെട്ട പാട്ടായി നിലനിൽക്കുന്നുവെങ്കിൽ അന്നു മുതൽ പാട്ടിൻ്റെ സൗന്ദര്യം, പി ഭാസ്കരൻ മാസ്റ്ററും രാഘവൻ മാസ്റ്ററും സൃഷ്ടിച്ച ആ സൗന്ദര്യം അതങ്ങനെ തുടരുന്നു. 1954 55 മലയാളത്തിൽ പുതിയൊരു പാട്ട് എഴുത്തുകാരൻ വരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ONV കുറുപ്പെന്നാണ്. ആദ്യമായി അദ്ദേഹം എഴുതിയ പാട്ട് അമലർ പൊയ്കയിലാടിക്കളിക്കുന്നോരോമന
താമരപ്പൂവേ എന്ന് പറയുന്ന പാട്ടാണ് അദ്ദേഹം ആദ്യം എഴുതുന്നത്. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹം അന്ന് സംഗീത സംവിധായകനായിരുന്ന ശ്രീ ജി ദേവരാജൻ, അന്ന് ഗായകനായിരുന്ന KS ജോർജ്, ഗായികയായിരുന്ന KPSC സുലോചന, ഇവർ 4 പേരും ഒന്നിച്ചാണ് ഈ പാട്ടിലൂടെ മലയാളത്തിലേക്ക് സിനിമയിലേക്ക് വരുന്നത്. അതിനു മുമ്പ് അവർ നാടകത്തിൽ വളരെ പ്രസിദ്ധരായിരുന്നു. നമുക്കറിയാം 52-ൽ വന്ന നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകത്തിലെ പ്രസിദ്ധമായ പാട്ടുകൾ, അതിലേറ്റവും പ്രസിദ്ധമായ പാട്ട് ഏത് പാട്ടായിരുന്നു? ആരാണത്? അത് തന്നെ, കറക്റ്റ്. പൊന്നരിവാളം വിളിയിൽ കണ്ണെറിയുന്നോളെ, ആ മരത്തിൻ പൂന്തണലിൽ വാടി നിൽക്കുന്നോളെ. വളരെ പ്രസിദ്ധമായ പാട്ട്, ONV സാർ എഴുതിയ പാട്ടാണ്. അതിൽ തന്നെ വേറൊരു പ്രസിദ്ധമായ പാട്ട്, വെള്ളാരം കുന്നിലെ പൊന്മുളം കാട്ടിലെ പുല്ലാങ്കുഴലൂതും കാറ്റേവാ. അപ്പം അങ്ങനെ പാട്ടുകൾ നാടകഗാനങ്ങളിൽ നിന്നും സിനിമയിലേക്ക് വരികയാണിവർ. 1956-ൽ 55-ൽ ONV സാർ വന്നു. 56-ൽ മറ്റൊരു പ്രസിദ്ധനായ ഗാനരചയിതാവ് മലയാളത്തിലേക്ക് വരുന്നു. ആരാണ്? വയലാർ രാമവർമ്മ. മലയാള ഗാനരചനയുടെ ചക്രവർത്തി ആരാണെന്ന് ചോദിച്ചാൽ നമുക്കൊരു സംശയവുമില്ലാതെ പറയാൻ കഴിയും, വയലാർ രാമവർമ്മയാണെന്ന്. വയലാർ രാമവർമ്മ ആദ്യമായി മലയാള സിനിമയിലേക്ക് വരുന്ന ഗാനം, ആ സിനിമയിൽ 2-3 പാട്ടുകളുണ്ട്. മറ്റേ ONV സാർ വന്നത് കാലം മാറുന്നു എന്ന് പറയുന്ന സിനിമയിലായിരുന്നു. വയലാർ സാർ ആദ്യം വരുന്നത് തുമ്പി തുമ്പി വാവാ ഈ തുമ്പത്തണലിൽ വാവാ തുമ്പത്തണലിൽ വാവാ, ഈ പാട്ട് എഴുതിക്കൊണ്ടാണ്. അപ്പം അങ്ങനെ ഈ 3 പേർ വളരെ പ്രധാനപ്പെട്ട ഗാനരചയിതാക്കൾ. അപ്പോൾ അതോടൊപ്പം പ്രസിദ്ധരായി മാറുന്ന സംഗീത സംവിധായകർ ദേവരാജൻ മാസ്റ്റർ, ദക്ഷിണാമൂർത്തി സ്വാമി, K. രാഘവൻ മാസ്റ്റർ, അങ്ങനെ ഒരു വലിയ മാസ്റ്റർമാരുടെ ഒരു നിര മലയാളത്തിലേക്ക് പാട്ടിൽ വരികയാണ്. പക്ഷെ അപ്പോഴും പാടുന്നതെല്ലാം പഴയ ആൾക്കാരാണ്. PB ശ്രീനിവാസ്, കമുകർ പുരുഷോത്തമൻ, ഉദയഭാനു സാറ്, അങ്ങനെ AM രാജ, ഇവരൊക്കെയാണ് പാടുന്നത്. പുതിയൊരു ശബ്ദം മലയാളത്തിൽ വരുന്നത് 1961-ലാണ്. 62-ൽ പുറത്തു വന്ന കാൽപ്പാടുകൾ എന്ന സിനിമയിലെ വന്ന ഒരു ശ്ലോകം, അതിലൊരു പാട്ട്, ഒരു യുഗ്മഗാനവും ഒരു ശ്ലോകവും, അതിലാണ് ആദ്യമായി ഒരു പുതിയ ശബ്ദം, പിന്നീട് ലോകപ്രസിദ്ധമായി മാറിയ ശബ്ദമുണ്ടാകുന്നത് ശ്രീ KJ യേശുദാസ്. അദ്ദേഹം 1961 നവംബർ 14-ാം തീയതി പാടിയ ഒരു ശ്ലോകമാണ് യേശുദാസ് എന്ന് പറയുന്നൊരു ഗായകനെ സൃഷ്ടിച്ചത്. ആ ഗാനം, ആ ശ്ലോകം എഴുതിയതാരാണ്? ആ ശ്ലോകം എഴുതിയത് ശ്രീനാരായണ ഗുരുവാണ്. അദ്ദേഹത്തിൻ്റെ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന ശ്ലോകമാണ് യേശുദാസ് ആദ്യമായി പാടുന്നത്. അതിൽ തന്നെ മറ്റൊരു യുഗ്മഗാനം, അറ്റൻഷൻ പെണ്ണെ എന്ന് പറയുന്നൊരു യുഗ്മഗാനവും അദ്ദേഹം പാടി. പക്ഷേ യേശുദാസ് ആ പാട്ട് പാടിയതോടുകൂടി യേശുദാസ് അതിപ്രശസ്തനായി മാറിയില്ല. മറ്റുള്ളവർ തന്നെ ആയിരുന്നു അതിപ്രശസ്തരായി മാറിയവർ. 1965-ൽ റെക്കോർഡ് ചെയ്ത ഒരു പാട്ടാണ് യേശുദാസ് എന്ന് പറയുന്ന മഹാഗായകനെ സൃഷ്ടിച്ചത്. ആ പാട്ടിന് പിന്നിൽ വിധിയുടെ ഒരു കളിയുണ്ട്. കാരണം ആദ്യമായി യേശുദാസ് പാടാൻ ചെന്ന കാൽപ്പാടുകൾ എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹത്തിന് പാടാൻ കഴിയാതെ പോയത് പനി അദ്ദേഹത്തെ ബാധിച്ചിട്ടാണ്. എന്നാൽ അദ്ദേഹം മഹാഗായകനായി മാറിയത് പനി ഒരു ഗുണമായി വന്നതുകൊണ്ടാണ്. അതാണ് നമ്മൾ നേരത്തെ ഇവിടെ രണ്ടുപേരും പറഞ്ഞതുപോലെ പാട്ടിന് പിന്നിലെ കഥ. അതായത് അന്ന് യേശുദാസിനേക്കാൾ പ്രസിദ്ധരായ പാട്ടുകാർ നിലനിൽക്കുന്നു. 1965-ൽ ഒരു സിനിമ ഇറങ്ങാൻ പോകുന്നു. ആ സിനിമയിൽ വരാൻ വേണ്ടി ഒരു പാട്ട് റെക്കോർഡ് ചെയ്യാനെല്ലാം തീരുമാനിക്കുന്നു. ആ പാട്ട് പലതവണ മറ്റൊരു ഗായകൻ പാടി റിഹേഴ്സൽ നോക്കുന്നു, തരക്കേടില്ല എന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ ഫൈനൽ റിഹേഴ്സൽ, നാളെ അതിൻ്റെ റെക്കോർഡിങ്ങാണ്, ഇന്ന് ഫൈനൽ റിഹേഴ്സലാണ്. പണ്ട് ഇപ്പോഴത്തെ പോലെ ഓരോരുത്തരും അവരവരുടെ സമയത്ത് വന്ന് പാടിപ്പോകുന്ന രീതിയല്ല, എല്ലാം ഒന്നിച്ചാണ്. ഇൻസ്ട്രുമെൻറ്റ് മ്യൂസിക്കും ഗായകരും എല്ലാം ഒന്നിച്ച് നിന്നാണ് പാടുന്നത്. റെക്കോർഡ് ചെയ്യുന്നതും അങ്ങനെയാണ്.
അതിൻ്റെ ഫൈനൽ റിഹേഴ്സലിന് പാടാനായി ഈ ഗായകൻ വരുമ്പോൾ അദ്ദേഹത്തിന് പാടാൻ കഴിയുന്നില്ല. കാരണം അദ്ദേഹത്തിന് പനി, കടുത്ത പനി. അപ്പം നാളെ റെക്കോർഡ് ചെയ്യാൻ വേണം. നിർമ്മാതാവ് ആശങ്കയിലായി. കാരണം അന്നൊക്കെ വളരെ വലിയ തുകയാണ്, 40,000 രൂപയോ മറ്റോ കൊടുത്താണ് അന്ന് റെക്കോർഡിംഗ് സ്റ്റുഡിയോ ബുക്ക് ചെയ്തിരിക്കുന്നത്. ആകെ ആശങ്കയായി, എന്ത് ചെയ്യും? മറ്റൊരു ഗായകനെ കൊണ്ട് പാടിക്കാം എന്ന് തീരുമാനിക്കുന്നു. മറ്റൊരു ഗായകനെ. അതാര്? ആരുമില്ല. അവസാനം ആ സിനിമയിലെ ഒരു 4-മത്തെയോ 5-മത്തെയോ ഒരു പാട്ട് പാടി 12 രൂപ പ്രതിഫലം വാങ്ങിക്കാൻ വേണ്ടി വെളിയിൽ കാത്തു നിൽക്കുന്ന ഒരു പയ്യൻ പാട്ടുകാരൻ, അയാളെ വിളിച്ച് പാടിച്ചു നോക്കാം എന്ന് തീരുമാനിക്കുന്നു. അതാണ് യേശുദാസ്. അപ്പോൾ യേശുദാസിനോട് പറഞ്ഞു, ഉദയഭാനു സാറാണ് ഇത് പാടുന്നത്, സാറിന് പകരം നിങ്ങളൊന്ന് പാടി നോക്കൂ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ പാടില്ല. കാരണം മറ്റൊരാളുടെ പാട്ടാണ്, മറ്റൊരു ഗായകൻ്റെ പാട്ട് ഞാൻ കയറി പാടില്ല, അദ്ദേഹത്തിൻ്റെ സമ്മതമില്ലാതെ. അപ്പോൾ പലരും അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, പാടൂ യേശുദാസ് പാടൂ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹം സമ്മതിച്ചില്ല. അവസാനം എന്തു ചെയ്യും? ഗായകൻ പാടാനിരുന്ന ഉദയഭാനു സാറ് അദ്ദേഹം തന്നെ യേശുദാസിനോട് പറയുന്നു, ദാസപ്പ നീ ഈ പാട്ടൊന്ന് പാടി അവരെ സഹായിക്കൂ, എനിക്ക് കടുത്ത പനിയാണ്, പാടാൻ കഴിയുന്നില്ല. അങ്ങനെ ഉദയഭാനു സാർ പാടാനിരുന്ന പാട്ട് അദ്ദേഹത്തിൻ്റെ സമ്മതത്തോടെ യേശുദാസ് പാടുകയാണ്. ആ പാട്ട് പുറത്തു വന്നു. ആ പാട്ടൊരു സർവകാല റെക്കോർഡായി മാറി, അതിപ്രശസ്തമായ പാട്ടായി അത് മാറി. നമുക്ക് ആ പാട്ടൊന്ന് പാടി നോക്കിയാലോ സാറേ? എവിടെ ഇത് കണക്ട് ചെയ്യുന്നേ? ആ പാട്ട് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ള പാട്ടാണ്. എല്ലാവരും കേട്ടാൽ സജീവ് മേനൻ സാറ് ആ പാട്ട് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പാടും. നല്ല കയ്യടി. ഇതൊക്കെയാണോ കയ്യടി? പോരാ പോരാ പോരാ. ആ പാട്ട് വളരെ മനോഹരമാണ്. ഈ പാട്ട് പാടിയതിന് ശേഷം ബാക്കി കഥ ഞാൻ പറയാം. ഈ പാട്ട് പിന്നീട് കുറേ കാലത്തിന് ശേഷം, വർഷങ്ങൾക്കു ശേഷം അദ്ദേഹത്തിൻ്റെ മകൻ, അതായത് യേശുദാസ് സാറിൻ്റെ മകൻ പാടി വീണ്ടും അതൊരു സിനിമയിൽ വന്നിട്ടുണ്ട്. അത് നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകും. ഈ പാട്ട് എന്തായാലും എല്ലാവരും കേട്ടിട്ടുണ്ടാകും. ഇല്ലെങ്കിൽ പുതിയ ആൾക്കാർ അദ്ദേഹത്തിൻ്റെ മകൻ പാടിയ പാട്ട് കേട്ടിട്ടുണ്ടാകും. നമസ്കാരം. ഞങ്ങൾ ഇതുപോലെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ പോയി വന്ന് ഇത്രയും മഹത്തായൊരു സദസ്സിന് മുമ്പിൽ പാടാൻ കഴിയുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ അന്ന് അദ്ദേഹം പറഞ്ഞ ഗാനം നമുക്ക് കേൾക്കാം. കടവിലന്നരയ്ക്കു വള്ളം അന്നു നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പു വള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം താമരപ്പൂ നീലൂരെ കണ്ടു മോഹിച്ചു പക്ഷേ താഴെ ഞാൻ നീന്തി ചെന്നു പൂവ് പൊട്ടിച്ചു പിന്നെ തണ്ടൊടിഞ്ഞ താമര ഞാൻ കൊണ്ടുവന്നപ്പോൾ പെണ്ണെ നിൻ കവിളിൽ കണ്ടു മറ്റൊരു താമരക്കാട് പെണ്ണെ നിൻ കവിളിൽ കണ്ടു മറ്റൊരു
അന്നു നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പുവള്ളം. നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. കാടുപൂത്തല്ലോ ഞാവൽ കാവഴുത്തല്ലോ, ഇന്നും കാലമായില്ലേ എൻ്റെ കൈപിടിച്ചിടാൻ. കാടുപൂത്തല്ലോ ഞാവൽ കാവഴുത്തല്ലോ, ഇന്നും കാലമായില്ലേ എൻ്റെ കൈപിടിച്ചിടാൻ. അന്നു മൂളിപ്പാട്ടു പാടിത്തന്ന മുളം തത്തമ്മേ, ഇന്നീയാളൊഴിഞ്ഞ കൂട്ടിലെന്തേ വന്നു ചേരാത്തു. ഇന്നീയാളൊഴിഞ്ഞ കൂട്ടിലെന്തേ വന്നു ചേരാത്തു. മല്ലിയാമ്പൽ കടവിലന്നരയ്ക്കു വെള്ളം, അന്നു നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പുവള്ളം. നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. താങ്ക് യു. താങ്ക് യു അപ്പൊ- സജീവ് സാർ. അപ്പോൾ ഈ പാട്ട് For that നിങ്ങൾ beautiful song. എല്ലാവരും കേട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സാർ അത് ഗംഭീരമായിട്ട് പാടി. ഇനി സാർ ഒരു പാട്ടുകൂടെ പാടാമെന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യേശുദാസ് വളരെ പ്രശസ്തനായി മാറിയ പാട്ട് ഈ പാട്ട് മാത്രമല്ല, ഇതേ വർഷം തന്നെ അദ്ദേഹത്തിൻ്റെ അതിപ്രസിദ്ധമായ മറ്റൊരു പാട്ട് കൂടി വരുന്നു. അത് നിങ്ങൾക്കറിയാവുന്ന പാട്ടാണ്. ഏതാണെന്ന് പറയാമോ? ഗസ്സാ ഇതൊക്കെ ഇനി പാട്ട് കേൾക്കുമ്പോൾ ഇതൊക്കെ ആലോചിക്കാൻ വേണ്ടിയാണ്. താമസമെന്തേ വരുവാൻ. ആ പാട്ടാണ് അതേ വർഷം വന്ന യേശുദാസിൻ്റെ മറ്റൊരു പാട്ട്. അങ്ങനെ ഈ രണ്ട് പാട്ടോടുകൂടി യേശുദാസ് എന്ന് പറയുന്ന ഒരു ലോകപ്രസിദ്ധനായ, അല്ലെങ്കിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രസിദ്ധനായ മലയാളി ആര് എന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമുക്ക് ഒറ്റ ഉത്തരവേ ഉള്ളൂ, യേശുദാസ്. അദ്ദേഹം ജനിക്കുന്നത് ഈ രണ്ട് പാട്ടിലൂടെയാണ്. ഇനിയും ഒരുപാട് കഥകളുണ്ട്. ഈ കഥകൾ നമുക്കെല്ലാം പറഞ്ഞു പോകാൻ കഴിയില്ല, സമയം വളരെ കുറവാണ്. അതുകൊണ്ട് ഇനി നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട ഗായകൻ വരുന്നത് ജയചന്ദ്രനാണ്. പി ജയചന്ദ്രൻ. നിങ്ങൾക്കെല്ലാം അറിയാം, ഭാവഗായകൻ എന്ന് അനശ്വരനായി മാറിയ ജയേട്ടൻ. അദ്ദേഹം വരുന്നത് 1966. അത് വളരെ യാദൃച്ഛികമായാണ്. അദ്ദേഹം ജോലിക്ക് വേണ്ടി ചെന്നൈയിൽ പോയിരിക്കുന്നു. അതിന് മുമ്പ് കുറേ കഥകളുണ്ട്, അതെല്ലാം ഞാൻ കട്ട് ഷോട്ട് ചെയ്യുകയാണ്. ജോലിക്ക് വേണ്ടി അദ്ദേഹം ചെന്നൈയിൽ ചെന്നു. ചെന്നൈയിൽ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനുണ്ട്. അദ്ദേഹം ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുകയാണ്. ഇദ്ദേഹവും എന്തെങ്കിലും ഒരു ജോലി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാണ് അവിടെ ചെല്ലുന്നത്. സംഗീതം ശാസ്ത്രീയമായൊന്നും പഠിച്ചയാളല്ല ജയചന്ദ്രൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വലിയ മോഹങ്ങളില്ല. ചെന്നൈയിൽ നടക്കുന്ന ഗാനമേളകളിലൊക്കെ പാടുക, അതോടൊപ്പം എന്തെങ്കിലും ജോലി ചെയ്യുക, ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കരിയർ പ്ലാൻ ചെയ്തത്. അങ്ങനെ അദ്ദേഹം ഒരു ദിവസം ജ്യേഷ്ഠൻ്റെ റൂമിൽ ചെല്ലുമ്പോൾ, ജ്യേഷ്ഠൻ ലോഡ്ജിലെ റൂമിലും ഇദ്ദേഹം ഒരു ബന്ധുവിൻ്റെ വീട്ടിലുമാണ് താമസിക്കുന്നത്. അപ്പോൾ അവധി ദിവസങ്ങളിൽ ജ്യേഷ്ഠൻ്റെ റൂമിൽ ചെല്ലും. ജ്യേഷ്ഠൻ്റെ റൂമിൽ ചെന്നപ്പോൾ റൂമിലൊരു ചെറുപ്പക്കാരൻ ഇരിക്കുന്നു. അദ്ദേഹത്തെ ജ്യേഷ്ഠൻ പരിചയപ്പെടുത്തി, ഇതാണ് നാട്ടിൽ നിന്ന് വന്ന ഒരു പാട്ടുകാരനാണിത്. ഇദ്ദേഹം എന്തെങ്കിലും പാട്ടുകളൊക്കെ പാടി പ്രസിദ്ധനാകാനുള്ള ശ്രമമാണ്, പാട്ട് കിട്ടുമോ എന്നൊക്കെ അറിയാൻ വന്നതാണ്. ഇദ്ദേഹത്തിൻ്റെ പേര് KJ യേശുദാസ് ആണെന്ന് പരിചയപ്പെടുത്തി ജ്യേഷ്ഠൻ. അങ്ങനെ അവർ തമ്മിൽ വലിയ സൗഹൃദമാകുന്നു. യേശുദാസ് പ്രസിദ്ധനായി മാറുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പാട്ടുകളിലൂടെ പ്രസിദ്ധനായി മാറുന്നു. ജയചന്ദ്രൻ ഒരു ഫാർമ കമ്പനിയിൽ ജോലി ചെയ്യുന്നു. ഒപ്പം ഗാനമേളകളിലൊക്കെ ചെറിയ ചെറിയ ഗാനമേളകളിൽ പാടുന്നു. അങ്ങനെ ഇരിക്കെ ചെന്നൈയിൽ മലയാളത്തിലെ ഗായകർ എല്ലാവരും ചേർന്ന്, അല്ലെങ്കിൽ മലയാളത്തിലെ
സിനിമാ പ്രവർത്തകർ എല്ലാവരും ചേർന്നൊരു ഫണ്ട് ശേഖരണത്തിൻ്റെ ഭാഗമായി ഒരു വലിയ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നു. അതിൽ എല്ലാ മലയാളം ഗായകരും പാടുന്നുണ്ട്, യേശുദാസുമുണ്ട്. പക്ഷേ യേശുദാസിന് ആ ഗാനമേള പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. ഇതുപോലെ നിറയെ ക്ഷണിക്കപ്പെട്ട സദസ്സിന് മുന്നിലാണ് ഈ ഗാനമേള നടക്കുന്നത്. യേശുദാസിന് അവസാനം വരെ ആ പാട്ട് പാടാൻ വേണ്ടി എത്താൻ കഴിഞ്ഞില്ല. അപ്പോഴെന്ത് ചെയ്തു? ജയചന്ദ്രൻ അത് മറ്റൊരു പാട്ട് പാടാൻ വന്നിരുന്ന ജയചന്ദ്രനോട് യേശുദാസ് പാടേണ്ടിയിരുന്ന പാട്ട് പാടാൻ സംഘാടകർ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ അദ്ദേഹം കയറി ചെല്ലുമ്പോൾ ഈ ഓർക്കസ്ട്ര കണ്ടക്ട് ചെയ്യുന്നത് അന്നത്തെ പ്രസിദ്ധനായ R.K. ശേഖറാണ്. R.K. ശേഖർ എന്ന് പറയുന്ന പ്രസിദ്ധനായ സംഗീത സംവിധായകനെ കുറച്ചു പേർക്കേ അറിയൂ നിങ്ങൾക്കിടയിൽ. പക്ഷെ അദ്ദേഹത്തിൻ്റെ മകനെ എല്ലാവർക്കും അറിയാം. ആരാണ്? A.R. റഹ്മാനാണ്. A.R. റഹ്മാൻ്റെ അച്ഛൻ R.K. ശേഖറാണ് മ്യൂസിക് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം ജയചന്ദ്രൻ കയറി ചെന്നപ്പോൾ അദ്ദേഹം ചോദിച്ചു, നീ ഏത് പാട്ടാണ് പാടുന്നത്? അപ്പോൾ പറഞ്ഞു, അപ്പോൾ യേശുദാസ് പാടാൻ വെച്ചിരുന്ന പാട്ടാണ്. പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ചൊട്ട മുതൽ ചുടല വരെ എന്നുള്ള പാട്ട്. ചൊട്ട മുതൽ ചുടല വരെ ചുമടും താങ്ങി എന്ന് പറയുന്ന പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ചിലരെങ്കിലും. ഈ പാട്ടാണ് പാടാൻ വെച്ചിരുന്നത്. അദ്ദേഹത്തിന് R.K. ശേഖറിന് വലിയ സന്തോഷമാകുന്നു. കാര്യം എന്താണെന്നറിയാമോ? R.K. ശേഖർ അന്ന് എല്ലാ പ്രധാനപ്പെട്ട മ്യൂസിക് ഡയറക്ടർമാരുടെയും കണ്ടക്ടറാണ്. അതായത് നോട്ട്സ് എഴുതി ഇത് ഓർക്കസ്ട്രേഷൻ നടത്തുന്ന ആളാണ്. അദ്ദേഹം സ്വന്തമായി സംഗീത സംവിധാനം നിർവഹിച്ച പാട്ടുകൾ വളരെ കുറവാണ്. അതിലൊരു പ്രസിദ്ധമായ അതിലെ ഒരു പ്രധാനപ്പെട്ട പാട്ടാണ് ചൊട്ട മുതൽ ചുടല വരെ. അതായത് അദ്ദേഹം തന്നെ ട്യൂൺ ചെയ്ത് അദ്ദേഹം തന്നെ മ്യൂസിക് കണ്ടക്ട് ചെയ്ത പാട്ടാണ്. അപ്പോൾ ഈ പാട്ടാണ് പാടാൻ പോകുന്നതെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. നീ ധൈര്യമായിട്ട് പാടൂ എന്ന് ജയചന്ദ്രനെ പ്രോത്സാഹിപ്പിച്ചു. അദ്ദേഹം കയറി അത് അതിമനോഹരമായി പാടി. അപ്പോൾ ഇങ്ങനെ ഫ്രണ്ടിലിരിക്കുന്നവരിൽ പ്രസിദ്ധരായ ചില മലയാളികൾ ഉണ്ടായിരുന്നു. ഒരാൾ P. ഭാസ്കരൻ മാസ്റ്ററാണ്. മറ്റൊരാൾ ശോഭന പരമേശ്വരൻ നായർ, അന്നത്തെ പ്രസിദ്ധനായ നിർമ്മാതാവ് അദ്ദേഹമായിരുന്നു. വിൻസെൻ്റ് മാഷ്, സംവിധായകനും ക്യാമറാമാനുമായിരുന്ന വിൻസെൻ്റ് മാഷ്, ഇവരൊക്കെ ഇരിപ്പുണ്ട്. ഇവരെല്ലാം പരസ്പരം ചോദിച്ചു, മനോഹരമായ ശബ്ദം, ഈ പയ്യൻ ആരാണ്, എവിടുത്തുകാരനാണ്? അപ്പോൾ ആരോ പറഞ്ഞു, ഇയാൾ തൃശ്ശൂർക്കാരനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ചിറയൻകീഴിൽ ജനിച്ച ശോഭന പരമേശ്വരൻ നായർ, അദ്ദേഹത്തിൻ്റെ തട്ടകം ജീവിതം മുഴുവൻ തൃശ്ശൂരായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് പ്രത്യേകം ഒരു താല്പര്യം ഈ പയ്യനോട് തോന്നിയിട്ട് പരിപാടിക്ക് പിന്നിൽ ചെന്ന് തൻ്റെ കാർഡ് കൊടുത്തിട്ട് നാളെ വന്ന് എന്നെ കാണുക ഓഫീസിൽ എന്ന് പറഞ്ഞിട്ട് പോയി. പിറ്റേ ദിവസം ജയചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിർമ്മാണ കമ്പനിയിൽ ചെന്ന് അദ്ദേഹത്തെ കണ്ടപ്പോൾ പറഞ്ഞു, ഞങ്ങളൊരു സിനിമ എടുക്കുന്നു, പുതിയൊരു സിനിമ, അതിലൊരു പാട്ട് നിനക്ക് തരാം എന്ന് പറയുന്നു. ജയചന്ദ്രന് വലിയ സന്തോഷമാകുന്നു. സിനിമയിൽ പാടാനൊരു അവസരമല്ലേ. അങ്ങനെ അദ്ദേഹം സിനിമയിൽ പാടാൻ ചെല്ലുന്നു. റിഹേഴ്സലുകൾ തുടങ്ങുകയാണ്. റിഹേഴ്സൽ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് പാടാൻ കഴിയുന്നില്ല. നമ്മൾ വല്ലവരും പാടി സുന്ദരമാക്കി വെച്ചിരിക്കുന്ന പാട്ടുകൾ പാടാൻ എളുപ്പമാണ്. പക്ഷെ നമ്മൾ സ്വന്തമായി ഒരു പാട്ട് പാടുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകുന്നത്. കാരണം നമ്മളൊരു പാട്ട് സ്വന്തമായി പാടുമ്പോൾ ആ വാക്ക് മനസ്സിലാക്കണം, വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. ഈ വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കി അതിൻ്റെ ഭാവം കൊടുക്കണം. അങ്ങനെ പാടിയാലേ പാട്ടുകൾ ഹിറ്റാവും. ഇവിടെ അദ്ദേഹത്തിന് അത് ബുദ്ധിമുട്ടായി തോന്നി. അദ്ദേഹം ആദ്യത്തെ ദിവസത്തെ റിഹേഴ്സൽ കഴിഞ്ഞ് ജയചന്ദ്രൻ ഞാൻ പാടുന്നില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ പോയി. നിർമ്മാതാവ് അറിയാതെ ലോഡ്ജിൽ പോയി. പക്ഷേ നല്ലവനായ നിർമ്മാതാവ് പിറ്റേ ദിവസം അദ്ദേഹത്തിൻ്റെ റൂമിൽ പോയി ജയചന്ദ്രനെ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ടുവന്നു. നിനക്ക് കഴിയും എന്ന ആത്മവിശ്വാസം കൊടുത്ത് അയാളെ കൊണ്ട് പാടിച്ചു. പക്ഷെ ആ സിനിമ പുറത്തു വരാൻ വൈകി. ഈ സമയത്ത് ശോഭന പരമേശ്വരൻ നായർ ഒരു കല്യാണ ചടങ്ങിൽ വെച്ച് ദേവരാജൻ മാസ്റ്ററെ കാണുന്നു. സിനിമാ ചർച്ചകൾ അടുത്ത സിനിമകളെക്കുറിച്ച് സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞു, ഞങ്ങളൊരു പുതിയ ഗായകനെ അവതരിപ്പിക്കുന്നുണ്ട്, ജയചന്ദ്രൻ, തൃശ്ശൂർക്കാരനാണ്, നന്നായി പാടും. അപ്പോൾ മാഷ് പറഞ്ഞു, അപ്പോൾ യേശുദാസിന് വലിയ തിരക്കായിരിക്കുന്നു, വിളിച്ചാൽ ഉടൻ കിട്ടുന്നില്ല, അവനെ ഒന്ന് പറഞ്ഞ് എൻ്റെ ഓഫീസിലേക്ക് അയക്കൂ, അല്ലെ എൻ്റെ വീട്ടിലേക്ക് അയക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ദേവരാജൻ മാസ്റ്ററെ പോയി കാണുന്നു ജയചന്ദ്രൻ. അടുത്ത സിനിമയിൽ ജയചന്ദ്രൻ ഒരു പാട്ട് കൊടുക്കുകയാണ്. ആ പാട്ട് കളിത്തോഴൻ എന്നായിരുന്നു ആ സിനിമയുടെ പേര്.
കളിത്തോഴൻ. നിങ്ങൾ കേട്ടിട്ടുള്ള പാട്ടാണ്. ആദ്യം പാടിയ പാട്ട് വേറെയാണെങ്കിലും ആദ്യം ഇറങ്ങിയ പാട്ട് കളിത്തോഴനിലെ പാട്ടാണ്. ഏത് പാട്ടാണെന്ന് പറയാമോ? അതെ 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 അതെ. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ. പ്രേമ ചകോരി 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 അതെല്ലാവരും കൂടെ പാടാം. പ്രേമ ചകോരി 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 എന്ന് പറഞ്ഞാൽ എന്തുവാ ഈ ഈച്ചകോരി ഈച്ചകോരി എന്ന് പറഞ്ഞാൽ എന്തുവാ സംഭവം? പ്രേമചകോരി ഈച്ചകോരി ഈച്ചകോരി എന്ന് പറഞ്ഞാൽ എന്തോ അർത്ഥം? പ്രേമചകോരി ചകോരി ചകോരി എന്നാണ്. ചകോരം എന്ന് പറഞ്ഞാൽ ഉപ്പൻ അഥവാ ചെമ്പോത്ത് എന്ന് പറയുന്ന പക്ഷിയാണ്, ചലച്ചിത്ര അക്കാദമിയുടെ എംബ്ലം. ഈ ഉപ്പൻ എന്ന് പറയുന്ന ജീവിയാണ്, പക്ഷിയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രണയം അനുഭവിക്കുന്ന പക്ഷി, അല്ലെങ്കിൽ ഏറ്റവും പ്രണയാതുരനായ പക്ഷിയാണ് ചെമ്പോത്ത് അഥവാ ഉപ്പൻ. ഒരിലയുടെ മറവിലേക്ക് തൻ്റെ ഇണ മറഞ്ഞു പോയാൽ പോലും അത് മൂളിക്കൊണ്ടേയിരിക്കും എന്ന് കവികൾ പറയുന്നു. അത് അവരുടെ ഭാവനയാണ്, അതുകൊണ്ടൊന്നും ആയിരിക്കത്തില്ല അത് മൂളുന്നത്. പക്ഷേ അങ്ങനെ കവികൾ പറയുന്നു, അങ്ങനെ മൂളിക്കൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള പ്രേമ ചകോരി, തൻ്റെ കാമുകിയെക്കുറിച്ച് കാമുകൻ പാടുകയാണ്. അത്രയേറെ പ്രണയമുള്ള എൻ്റെ പ്രേമ ചകോരി ചകോരി ചകോരി. ഈ പാട്ട് വലിയ ഹിറ്റായി മാറുന്നു. അങ്ങനെ ജയചന്ദ്രൻ എന്ന് പറയുന്ന പുതിയൊരു ഗായകൻ മലയാളത്തിൽ പിറവിയെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ മലയാള ചലച്ചിത്ര ഗാനങ്ങളുടെ ചരിത്രത്തിൽ ഒരു പുതിയ പ്രതിഭ കൂടി വരുന്നു. ജയചന്ദ്രൻ വന്ന അതേ വർഷമാണ് ഞങ്ങളുടെ SD കോളേജിൻ്റെ പൂർവ്വ വിദ്യാർത്ഥിയും ഞങ്ങളുടെ ഏറ്റവും അഭിമാന ഭാജനവുമായ ഒരാൾ, ഗാനശില്പി, മലയാള സിനിമയിലേക്ക് വന്നത്. ആരാണെന്ന് പറയാമോ? ശ്രീകുമാരൻ തമ്പി. അദ്ദേഹം SD കോളേജിലെ BSc മാത്തമാറ്റിക്സ് അലുമിനിയാണ്. അദ്ദേഹം വരുന്നതും 66-ൽ തന്നെ. കാട്ടുമല്ലിക എന്ന് പറയുന്ന സിനിമയ്ക്ക് പാട്ടെഴുതിക്കൊണ്ടാണ് അദ്ദേഹം വരുന്നത്. അങ്ങനെ ഇവർ രണ്ടുപേരും ഒരേ വർഷം സിനിമയിലേക്ക് വരുന്നു. ശ്രീകുമാരൻ തമ്പി സാറ് കാട്ടുമല്ലികയിൽ പാട്ടെഴുതി ശ്രദ്ധേയനായി, പ്രസിദ്ധനായി എന്ന് ഞാൻ പറയുന്നില്ല, ശ്രദ്ധേയനായി. അടുത്ത സിനിമ ചിത്രമേള എന്ന് പറയുന്ന സിനിമയായിരുന്നു. ഒരു സിനിമയിൽ 7 കഥ. ആ സിനിമയിൽ പ്രസിദ്ധങ്ങളായ 7-8 പാട്ടുണ്ടായിരുന്നു. അതിലാണ് മതം പൊട്ടിച്ചിരിക്കുന്നു മാനം, മനം പൊട്ടിക്കരയുന്നു ഭൂമി എന്നൊക്കെയുള്ള പ്രസിദ്ധമായ പാട്ടുകൾ അതിലെ പാട്ടായിരുന്നു. ദേവരാജൻ മാസ്റ്റർ, സാക്ഷാൽ ദേവരാജൻ മാസ്റ്റർ ആയിരുന്നു സംഗീതം. ആ പാട്ടുകളെല്ലാം വലിയ പ്രസിദ്ധമായി മാറിയ പാട്ടുകൾക്ക് ശേഷം ശ്രീകുമാരൻ തമ്പി സാറ്, അന്ന് പയ്യനാണ്, 26 വയസ്സോ മറ്റേ ഉള്ളൂ. അദ്ദേഹം ദേവരാജൻ മാസ്റ്ററെ കാണാൻ ചെന്നപ്പോൾ ദേവരാജൻ മാസ്റ്റർ പറഞ്ഞു, തമ്പി, നമ്മുടെ പാട്ടുകളെല്ലാം ഹിറ്റാണ്, അതുകൊണ്ട് ഇനി നമ്മൾ തമ്മിൽ സിനിമ ചെയ്യില്ല. അതെന്തൊരു ഏർപ്പാടാണ്? പാട്ടുകളെല്ലാം വളരെ ഹിറ്റായി, പക്ഷെ നമ്മൾ തമ്മിൽ ഇനി സിനിമ ചെയ്യില്ല, പാട്ട് ചെയ്യില്ല, ഞാൻ തൻ്റെ പാട്ടുകൾ ട്യൂൺ ചെയ്യില്ല. സാധാരണ ഹിറ്റായാൽ അതൊരു ടീമാവുകയാണ്. ഇവിടെ അദ്ദേഹം പറഞ്ഞു, ഞാൻ ചെയ്യില്ല, ഞാൻ കുട്ടൻ്റെ പാട്ട് മാത്രമേ സംഗീതം ചെയ്യൂ. ആരാണ് ഈ കുട്ടൻ? വയലാർ രാമവർമ്മ. വയലാറിൻ്റെ പാട്ടുകൾ മാത്രമേ സംഗീതം ചെയ്യൂ, തൻ്റെ പാട്ട് ചെയ്യില്ല. ഒരു തുടക്കക്കാരനായ ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ച് തകർന്നു പോകാൻ അത് മതി. അന്ന് ദേവരാജൻ മാസ്റ്റർ അതിപ്രശസ്തനാണ്, തകർന്നു പോകാൻ അത് മതി. പക്ഷേ തമ്പി സാറ് പറഞ്ഞു, മാഷേ, നിങ്ങൾക്ക് നിങ്ങളുടെ സംഗീതത്തിലുള്ള വിശ്വാസം പോലെയാണ് എനിക്ക് എൻ്റെ വരികളിലുള്ള വിശ്വാസം, എൻ്റെ വാക്കുകളിലുള്ള വിശ്വാസം. അതുകൊണ്ട് നിങ്ങൾ ട്യൂൺ ചെയ്തില്ലെങ്കിലും എൻ്റെ വാക്കുകൾ മനോഹരമായ പാട്ടുകളായി മാറുക തന്നെ ചെയ്യും. അതിന് ആരുമതി? എൻ്റെ മാസ്റ്ററുടെ,
ദേവരാജൻ മാസ്റ്ററുടെ ഹാർമോണിസ്റ്റ് മതി, ദേവരാജൻ മാസ്റ്ററുടെ ഹാർമോണിസ്റ്റ് മതി എൻ്റെ പാട്ടുകൾ ഹിറ്റാകാൻ എന്ന് പറഞ്ഞിട്ട് ദേവരാജൻ മാസ്റ്ററുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി നടക്കുകയാണ് തമ്പി സാറ്. നോക്കൂ എന്തൊരു ധൈര്യമാണ്. പുതിയ ഒരു ഗാനരചയിതാവ് വളരെ സീനിയറായ അതിപ്രശസ്തനായ സംഗീത സംവിധായകനോട് പറയുകയാണ്, നിങ്ങളുടെ ഹാർമോണിസ്റ്റ് മതി എൻ്റെ പാട്ട് ഹിറ്റാകാൻ. അങ്ങനെ ഇറങ്ങി നടക്കുകയാണ്. അദ്ദേഹം ഒരു ആത്മവിശ്വാസത്തിൽ അങ്ങ് പറഞ്ഞിട്ട് ഇറങ്ങുകയാണ്. പക്ഷേ പാട്ട് കിട്ടുന്നില്ല, പിന്നെ ആരും വിളിക്കുന്നില്ല പുള്ളിയെ. കാരണം ദേവരാജൻ മാസ്റ്ററുമായി ഉടക്കി എന്നുള്ളത് സിനിമയിൽ ചർച്ചയായി. എന്തു ചെയ്യും? അങ്ങനെ ഇരിക്കുമ്പോൾ KP കൊട്ടാരക്കര എന്ന നിർമ്മാതാവ് പുതിയൊരു സിനിമ എടുക്കുന്നു. ആ സിനിമയ്ക്ക് പാട്ടെഴുതാനായി തമ്പി സാറിനെ വിളിക്കുന്നു. സംഗീത സംവിധാനം ദേവരാജൻ മാസ്റ്റർ. തമ്പി സാറും ബുദ്ധിമുട്ട് പറഞ്ഞു, ദേവരാജൻ മാസ്റ്ററും ബുദ്ധിമുട്ട് പറഞ്ഞു. എന്ത് ചെയ്യും? സംഗീത സംവിധാനം ചെയ്യില്ല. അവസാനം തമ്പി സാറ് പറഞ്ഞു, ആ സമയത്താണ് തമ്പി സാറ് പറഞ്ഞത്, ഞാൻ ഈയിടെ ഒരു പാട്ട് കേട്ടു, മനോഹരമായൊരു പാട്ടാണ്, ആ പാട്ട് ട്യൂൺ ചെയ്തയാളെ നമുക്ക് കൊണ്ടുവരാം എന്ന് പറഞ്ഞു. അങ്ങനെ ഫോൺ ചെയ്ത് കൊച്ചിയിൽ നിന്ന് പള്ളുരുത്തിക്കാരനായ ഒരു പുതിയ സംഗീത സംവിധായകനെ കൊണ്ടുവരുന്നു. ആ സംഗീത സംവിധായകനെ വിളിച്ചുകൊണ്ട് തൻ്റെ താമസ സ്ഥലത്തേക്ക് പോകുമ്പോൾ അപ്പോൾ ഇദ്ദേഹത്തെ വെട്ടാനായി കൊണ്ടുവന്നിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട്, അത് എൻ്റെ ഗുരു, ഞാൻ ദേവരാജൻ മാസ്റ്ററുടെ ഹാർമോണിസ്റ്റാണ്, എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കാതെ പാട്ട് സംഗീതം ചെയ്യാൻ കഴിയില്ല. തമ്പി സാർ തകർന്നു പോകുന്നു. പക്ഷെ നിവർത്തിയില്ല. രണ്ടുപേരും കൂടി അദ്ദേഹം താമസിക്കുന്ന ഹോട്ടലിൽ ചെല്ലുന്നു. തമ്പി സാർ പുറത്തു നിൽക്കുന്നു. ഇദ്ദേഹം റൂമിനകത്ത് കയറി ദേവരാജൻ മാസ്റ്ററുമായി സംസാരിക്കുന്നു. കുറച്ച് കഴിഞ്ഞ് ദേവരാജൻ മാസ്റ്റർ ഇറങ്ങി വരുന്നു. എന്താടോ തമ്പി, തനിക്ക് എന്നോട് പിണക്കമാണെന്നൊക്കെ ചോദിച്ച് വിളിച്ചകത്ത് കൊണ്ടുപോകുന്നു. രണ്ടുപേരും തമ്മിൽ സംസാരിക്കുന്നു. ഒറ്റ ഒരു കണ്ടീഷൻ പറഞ്ഞു, അത് ഇത്ര രൂപ നിങ്ങൾ തമ്പി വാങ്ങിച്ച് ഇവന് കൊടുക്കണം എന്ന് പറയും. അയാളുടെ പേരാണ്. അങ്ങനെ രണ്ടുപേരും പോകുന്നു. തമ്പി സാർ പറയുന്നത്, ഭാഗ്യത്തിന് 1500 രൂപയാണ് അന്ന് സംഗീത സംവിധായകന് കൊടുക്കാൻ തീരുമാനിച്ചത്. അതാണ് ദേവരാജൻ മാസ്റ്റർ പറഞ്ഞത്. അങ്ങനെ ചെല്ലുന്നു, പാട്ട് ട്യൂൺ ചെയ്യുന്നു. ആദ്യത്തെ പാട്ട് ട്യൂൺ ചെയ്യുമ്പോൾ അസ്വസ്ഥനായി നടക്കുകയാണ് നിർമ്മാതാവ്. കാരണം നാളെ റെക്കോർഡിംഗ് ആണ്, പുതിയ സംഗീത സംവിധായകനാണ്, എന്താകുമെന്നറിയില്ല. പക്ഷേ ആദ്യത്തെ പാട്ട് കേട്ട് കഴിഞ്ഞ് തമ്പി സാറിനെ കെട്ടിപ്പിടിച്ചു നിർമ്മാതാവ്. ഏതായിരുന്നു പാട്ടെന്നറിയാമോ? പൗർണമി ചന്ദ്രിക തൊട്ടു വിളിച്ചു, പത്മരാഗം പുഞ്ചിരിച്ചു, അഴകേ നിൻചിരി തൊട്ടു വിളിച്ചു, ആശാലതികകൾ പുഞ്ചിരിച്ചു, എന്നാശാലതികകൾ പുഞ്ചിരിച്ചു. ഈ പാട്ടായിരുന്നു. ആ പാട്ടോടുകൂടി ഒരു വലിയ ചരിത്രം തുടങ്ങുകയായിരുന്നു. അവരൊരു ടീമായി വളരെ ഹിറ്റുകളായ അനേകം പാട്ടുകൾ മലയാളത്തിന് സമ്മാനിച്ച ശ്രീകുമാരൻ തമ്പി, MK അർജുനൻ എന്ന് പറയുന്ന ടീമായിരുന്നു അവിടെ തുടങ്ങുന്നത്. ഇനി സമയമെല്ലാം തോന്നുന്നു. 5 മിനിറ്റ് ഉണ്ടോ? ഒരു പാട്ടോടെ പാടാം. ഇനി വേറെയും കഥകളുണ്ട്, നമുക്ക് അതിലേക്ക് കടക്കാൻ സമയമില്ല. ഒറ്റ കഥ കൂടി പറഞ്ഞു. അതായത് ആലപ്പുഴക്കാരൻ, കുട്ടനാട്ടുകാരനായ ഒരു ആലപ്പുഴയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഗാനരചയിതാക്കൾ മലയാളത്തിൽ ഉണ്ടായത്, പാട്ടുശില്പികൾ. വയലാർ മുതൽ മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, ശ്രീകുമാരൻ തമ്പി, പിന്നെ BR പ്രസാദ്, വയലാർ ശരത്ചന്ദ്രവർമ്മ, രാജീവ് ആലിങ്കൽ, അനിൽ പനച്ചൂരാൻ, ഇങ്ങനെ എത്രയോ പേർ. ഇനിയും എൻ്റെ ഓർമ്മ ഭരണിക്കാവ് ശിവകുമാർ, ഇങ്ങനെ അനേകം പ്രസിദ്ധരായ കാവാലം നാരായണ പണിക്കർ, അനേകം മനോഹരമായ ഗാനങ്ങൾ എഴുതിയവർ ആലപ്പുഴ ജില്ലയിൽ നിന്നുണ്ടായി. ഒറ്റ ഒരാളിനെ കൂടെ സൂചിപ്പിച്ച്, കുട്ടനാടുകാരനായതുകൊണ്ട് സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കാം. അത് BR പ്രസാദാണ്. ഒന്നാംകിളി പൊന്നാൻകിളി എന്നുള്ള പാട്ടാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പാട്ട്. അത് തന്നെ വളരെ ഹിറ്റായിരുന്നു. പക്ഷേ മലയാളി ലോകത്തെവിടെയുണ്ടെങ്കിലും നമ്മൾ ഓർക്കുന്ന പാട്ട്, അല്ലെങ്കിൽ മലയാളത്തിൻ്റെ തീം സോങ് ആയിട്ട് നമ്മളെപ്പോഴും, ഇപ്പോൾ റോട്ടറിയുടെ ഓണാഘോഷങ്ങളിലൊക്കെ നിരന്തരം അവതരിപ്പിക്കുന്ന പാട്ടെന്ന് പറയുന്നത് കേരനിരകളാടുന്നൊരു ഹരിത ചാരുതീരം, പുഴയോരം കളമേളം,
കവിത പാടും ഈണം. ആ പാട്ടാണ് നമ്മൾ തീം സോങ് ആയി അവതരിപ്പിക്കുന്നത്. അതിനൊരു കഥയുണ്ട്, കഥ പറയാൻ നമുക്ക് സമയമില്ല. ആ പാട്ട് BR പ്രസാദ് സാറിനെ ഓർത്തുകൊണ്ട് ആ പാട്ട് മനോഹരമായ പാട്ടാണ്. ആ പാട്ട് ആലപ്പുഴക്കാരനായ ഒരു സംവിധായകൻ്റെ സിനിമയിലാണ് അത് വന്നത്, സിബി മലയിലിൻ്റെ ജലോത്സവം. അദ്ദേഹം BR പ്രസാദിനെ വിളിച്ചിട്ട് കുട്ടനാട്ടിലേക്ക് പുറത്തു നിന്നുള്ളവരെ ക്ഷണിക്കാൻ വേണ്ടി, അവർക്ക് കുട്ടനാട് കാണാനുള്ള താല്പര്യം കൊണ്ടുവരാൻ വേണ്ടി ഒരു പാട്ട് എഴുതണമെന്ന് പറഞ്ഞു. ആ പാട്ട് നന്നായാലും മോശമായാലും അതിൻ്റെ ക്രെഡിറ്റ് നിങ്ങൾക്കാണ്, കാരണം നിങ്ങൾ കുട്ടനാട്ടുകാരനാണെന്ന് പറഞ്ഞു. അങ്ങനെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടി അദ്ദേഹം എഴുതിയ പാട്ടാണ് എങ്ങനെ കുട്ടനാടിനെ അടയാളപ്പെടുത്തും. അപ്പോൾ അദ്ദേഹം പണ്ട് പാരൽ കോളേജിൽ പഠിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലിരുന്ന് പഠിച്ച ഒരു പെൺകുട്ടിയെ ഓർത്തു. അവൾ ക്ലാസ്സിൽ ഒരുങ്ങി വരുന്ന കുട്ടിയായിരുന്നു. അവൾ ചാന്തും പൊട്ടും കുപ്പിവളകളും കൊലുസുമൊക്കെ ഇട്ട് വന്നിരുന്നു. പക്ഷേ അവളെ പിന്നീട് അവൾ സെഷൻ ബാച്ചാണ്, SLC തോറ്റവരുടെ ബാച്ച് പഴയ. അവൾ ജയിച്ചില്ല. ഒരിക്കൽ വയൽവരമ്പിലൂടെ അദ്ദേഹം പുഞ്ചയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു പോകുമ്പോൾ അവൾ കള പറിക്കുന്നത് കണ്ടു. അവളോട് കുശലം ചോദിച്ചപ്പോൾ അവൾക്ക് ഭയങ്കര നാണം, തോറ്റുപോയി സാറിൻ്റെ മുന്നിൽ. അതൊന്നും വിഷമിക്കണ്ട, ജയവും തോൽവിയൊക്കെ ഇങ്ങനെയല്ല, പരീക്ഷ ജയിക്കുന്നതും തോൽക്കുന്നതൊന്നും അല്ല, ജീവിതത്തിലെ വിജയവും തോൽവിയും എന്നൊക്കെ അദ്ദേഹം ആശ്വസിപ്പിച്ചു. അവളെ ഓർത്തു. അങ്ങനെ ഓർത്തുകൊണ്ട് കുട്ടനാട്ടിലെ വയലിനെ കുറിച്ചോർത്ത്, വയൽവരമ്പിനെ കുറിച്ചോർത്ത്, കന്നോട് കരിയുഴും മണ്ണുതിരും മണമോ, പെണ്ണിന് വിയർപ്പാലെ നറുമണമോ എന്നൊക്കെ പറഞ്ഞ്, മധുമണമോ എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടനാടിൻ്റെ പശ്ചാത്തലം മുഴുവൻ വരുന്ന തരത്തിൽ അതിമനോഹരമായ ഒരു പാട്ട് അദ്ദേഹം എഴുതി. അതാണ് ഈ കേരനിരകളാടും എന്നുള്ള പാട്ട്. അതും കൂടി പാടി നമ്മൾക്ക് അവസാനിപ്പിക്കാം. കഴിയുമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ചേർന്ന് പാടാം. മനോഹരമായ പാട്ട്, വളരെ സ്ലോ ആയ പാട്ടാണ്, കുട്ടനാടിൻ്റെ തീം സോങ്. चलो നിരകളാടും ഒരു ഹരിത ചാരുതീരം, പുഴയോരം കളമേളം കവിത പാടും തീരം, കായലകൾ പുൽകും തണുവലിയുമീറൻ കാറ്റിൽ ഇളഞ്ഞാറിൻ ഇളയാടും കുളിരുലാവും നാട്, നിറപൊലിയേകാമെന്നരിയ നേരിനാ പുതുവിള നേരുന്നൊരിനിയ നാടിതാ പാടാ കുട്ടനാടിൻ നീളം കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം, പുഴയോരം കളമേളം കവിത പാടും തീരം. കന്നോട് തരിയുഴും മണ്ണുതിരും മണമോ, പെണ്ണിനു വിയർപ്പാലെ മധുമണമോ, ഞാതോല പച്ചവള പൊന്നും തെളികൊലുസ്, പെണ്ണിവൾ കളമാറ്റും കളമൊഴിയാ, കൊച്ചികൾ പകൽ നീളേക്കിനാണും ഒത്തിരുമനുരാഗ കരൾ പോലെ, പെണ്ണിനുമൈവൾ പോലെ മണം തുടിക്കും പാടാ കുട്ടനാടിൻ നീളം കേരനിരകൾ
നിരകളാടും ഒരു ഹരിത ചാരുതീരം പുഴയോരം കളമേളം കവിത പാടും തീരം. കതിരിടും സ്വർണമണി നിറമോ കണ്ണിനു കനിയാകും നിറ പറയോ കണ്ണാലു കൊയ്തു വരും കറ്റ നിറ പൊലിയാൽ നെല്ലറ നിറയേണം മനസ്സുപോലെ കൊച്ചറ കൊലുതാളം കൊടിയേറ്റം മത്സര കളിവള്ള തിരയോട്ടം പെണ്ണിനു മനമാകെ തളിരാട്ടം പാടാ കുട്ടനടി നീളം കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം പുഴയോരം കളമേളം കവിത പാടും തീരം. കായലകൾ പുൽകും തണുവലിയുമീറൻ കാറ്റിൽ ഇളഞ്ഞാറിൻ ഇലയാടും കുളിരുലാവും നാട് നിറപൊലിയേകാമെന്നരിയ നേരിനാർ പുതുവിള നേരും നോരിനിയ നാടിതാ പാടാ കുട്ടനാടി നീളം കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം പുഴയോരം കളമേളം കവിത പാടും തീരം. താങ്ക് യു. താങ്ക് യു. Ladies and gentlemen, ഇങ്ങനെ ഇത്രയും വിശിഷ്ടമായ മനോഹരമായ ഒരു വേദി ഞങ്ങൾക്ക് നൽകിയ പ്രിയപ്പെട്ട റോട്ടറിയുടെ എല്ലാ സുഹൃത്തുക്കളോടുമുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഞങ്ങൾ ഒരിക്കൽ കൂടി വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ഡോക്ടർ സജിത് സാർ. നമ്മുടെ ഡോക്ടർ സജിത് കുമാർ സാർ അതിമനോഹരമായിട്ട് നമ്മുടെ മലയാള സിനിമയിലെ ഗാനങ്ങളുടെ ചരിത്രം അതിമനോഹരമായിട്ട് ഇവിടെ പ്രസൻറ്റ് ചെയ്തു. അദ്ദേഹം പറഞ്ഞത് ഇത് ശരിക്കൊന്ന് പ്രസൻറ്റ് ചെയ്യണമെങ്കിൽ ഈ സമയം പോരാ, ഏതാണ്ട് ഒരു 1.5-2 മണിക്കൂറുണ്ടെങ്കിലേ ഇത് മനോഹരമായിട്ട് കൂടുതൽ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കൂ എന്നാണ് പറഞ്ഞത്. എന്താണല്ലോ അദ്ദേഹത്തിന് നല്ലൊരു കയ്യടി കൊടുക്കാം. നമ്മുടെ എല്ലാം ഓർമ്മകളിലെ പഴയ പാട്ടുകളെ എല്ലാം അദ്ദേഹം ഇന്ന് തൊട്ടുണർത്തി. താങ്ക് യു ഡോക്ടർ സജിത്. ladies and gentlemen, thus ends the session unraveling stories behind Thank you. many That of the was famous absolutely Malayalam awesome. songs. Thank you. പല കഥകളും ഞങ്ങൾ അറിയണില്ല, ഇത്രയും മനോഹരമായിട്ട് ഞാനിത് കേട്ടിട്ടുമില്ല. താങ്ക് യു. As a token of appreciation and gratitude, our Governor Dr. Tina will present a memento to the Speaker, Dr. Sajid Evurath. Dr. Sajid Evurath, the Speaker, being honored by our District Governor Dr. Tina Anthony.
request DG to remain on the stage, please, ma'am. Now we are moving on to honoring our golden patrons.